കുറച്ച് കാലമായി എന്നല്ല, കുറേ കാലമായി ഇങ്ങനെ ഫങ്ഷനിലൊക്കെ പോയിട്ട്, പ്രത്യേകിച്ച് സിനിമകളുടെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പഴയ ആളായത് കൊണ്ടായിരിക്കും ഒരുപാട് ഗ്യാപ്പ് വന്നു. ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഇനിയും എന്ന സിനിമ ചെയ്യുന്നത്. ഇതിൽ 5-6 പാട്ട് റെക്കോർഡിങ് എല്ലാം കഴിഞ്ഞാണ്. പിന്നെ അറിയാലോ, എഡിറ്റിങ് അല്ലെങ്കിൽ സീൻസൊക്കെ കറക്റ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ പാട്ടുകളൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ട് വരും. അങ്ങനെ ഇപ്പോൾ 2 പാട്ടുകളാണ് ഈ സിനിമയിൽ ഉള്ളത്. ഒന്ന് പേര് ഞാൻ ഗോകുലിൻ്റെ പാട്ട് ഞാൻ കണ്ടിരുന്നു. അസലായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് എന്താ പറയുക, ഉയരങ്ങളിൽ കയറ്റട്ടെ. അതുപോലെ ഞാനൊരു പാട്ട് ചെയ്തിട്ടുണ്ട്, ഒരു താരാട്ടാണ്. താരാട്ട് പോലത്തൊരു പാട്ട്, ഏങ്ങൊണ്ടിയാണ് ഇതിൻ്റെ ലിറിക്സ്. അറിയാലോ, ഒരു പാട്ടിന് നന്നാക്കുന്നത് അതിൻ്റെ വരികളാണ്. പ്രത്യേകിച്ചും തുടക്കം ഉള്ള വരികൾ ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പാട്ടുകളൊക്കെ പെട്ടെന്ന് ഹിറ്റാകും. അത് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ അതിമനോഹരമായി ചെയ്തിട്ടുണ്ട്. രാരി തത്തെ എന്നാണ് തുടങ്ങുന്നത്. അതിന് തന്നെ ഒരു ക്യാച്ചിങ് ആണ്, സാധാരണക്കാരിലേക്ക് എത്തുന്നൊരു വാക്കുകളാണ്. അതുപോലെ തന്നെ സുധീർ, അതുപോലെ ജീവ, അവർ 2 പേരും ഇതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സുധീർ. എന്നോട് സിനിമ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ പാട്ടാണല്ലോ കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് സുധീർ വന്ന് സബ്ജക്റ്റൊക്കെ പറഞ്ഞു. അന്ന് ഭയങ്കര ഹാപ്പിയിലായിരുന്നു. റെക്കോർഡിങ് എല്ലാം കഴിഞ്ഞു. പിന്നീട് പടം പകുതിയായി, എപ്പോഴേക്കും പാട്ട് കൊടുക്കേണ്ട സമയമായി. സുധീർ വന്നു. സുധീറിൻ്റെ ഫേസൊക്കെ വല്ലാതായിപ്പോയിരിക്കുന്നു. അതിനുശേഷം ഞാനിതിനകത്ത് 1-2 സീൻ വെറുതെ ഒരു രസത്തിന് വേണ്ടി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തും അദ്ദേഹത്തെ കാണുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. എല്ലാ സിനിമകളും ചെയ്യുമ്പോഴും മിക്ക പ്രൊഡ്യൂസേഴ്സിനും അല്ലെങ്കിൽ 60% പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒക്കെ അവസ്ഥ അങ്ങനെ ആയിപ്പോകും. പ്രത്യേകിച്ച് സുധീർ ഒരു പാവമാണ്, വളരെ 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 ഇന്നസെൻ്റാണ്. ദൈവം മാത്രമാണ് സുധീറിൻ്റെ മനസ്സിൽ മുഴുവനും, ദൈവം, ഫാമിലിയും. അങ്ങനെയുള്ള ആളുകൾ വളരെ ചുരുക്കമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഈ സിനിമയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അതുപോലെ ഇതിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും പുതിയ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ പലരും പുതിയ ആളുകളാണെന്ന് തോന്നില്ല. അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുപോലെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ഓരോ സീനും അതുപോലെ ഓരോ ഷോട്ട്സും ക്യാമറമാനൊക്കെ നടത്തി ഗംഭീരമായിട്ട് ഷോട്ട്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ ജീവയുടെ 2ാമത്തെ ഫിലിമാണത്. ജീവ എന്താ പറയുക, ഒരു വലിയ ഡയറക്ടർ ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും ഈ സിനിമയ്ക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇതിലുള്ള ടെക്നീഷ്യൻസിനെയും അഭിനയിക്കുന്നവരെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമ്മുടെ സിനിമയുടെ സംവിധായകൻ ജീവ, അതുപോലെ തന്നെ സിത്താര എന്ന് പറയുന്ന വലിയ സംഗീത സംവിധായകന്റെ കീഴിൽ ഒരുപാട് പാട്ടുകളെ ചെയ്തിട്ടുണ്ടെങ്കിലും സിത്താര എന്ന നാമം ആദ്യം നമ്മൾ കേൾക്കുന്നത് ഒരു താരാട്ട് പാട്ടിലൂടെയാണ്. ഈ സിനിമയിലും ഒരു താരാട്ട് പാട്ടാണ് എനിക്ക് എഴുതാൻ എന്നെ അനുവദിച്ചത്. വളരെ സന്തോഷം തോന്നി. ആ കഥ കേട്ടപ്പോഴേക്കും ഉള്ളിൽ തട്ടുന്ന ചില മുഹൂർത്തങ്ങളുണ്ടെന്ന് തോന്നി. ഒരു അമ്മയുടെ തേകലാണ് എൻ്റെ പാട്ടിൻ്റെ വിഷയമായിരുന്നത്. അതെനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലവരല്ലേ നമ്മൾ, നല്ല കാലം വരും. സുധിയേട്ടാ, വളരെ ശക്തമായ മനസ്സുമായിട്ട് നിൽക്കുക. നല്ല മനസ്സുള്ള ആളുകളൊക്കെ നല്ല വഴിയിലൂടെ സഞ്ചരിച്ച് നല്ലവരാവട്ടെ, നന്നാവട്ടെ. സന്തോഷം മോനേട്ടാ. ശ്രുതി ബെന്നി നന്നായിട്ട് ആലപിച്ചൊരു പാട്ട് കൂടിയാണ്. ശ്രുതി ഒന്നുണ്ട്. സോറി, ഞാൻ ശ്രുതിയെ പറ്റി പറയാൻ മറന്നു പോയിട്ടോ.
വളരെ ഗംഭീരമായി ശ്രുതി പാടിയിട്ടുണ്ട്. കാരണം ഒരു പാട്ടിനെ നന്നാക്കുന്നത് ആ ഗായകനോ ഗായികയാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സാധനം അതിലും ഗംഭീരമായി പാടുമ്പോഴാണ് ആ പാട്ട് നന്നാവുന്നത്. അപ്പോൾ ഒരു പാട്ട് നന്നായിട്ടുണ്ട് മോളെ കേട്ടാ. ഓക്കെ ഓക്കെ, താങ്ക് യു. ശരിക്കും യാദൃശ്ചികം എന്ന് പറയുന്നൊരു വാക്ക് ഈ സിനിമയിൽ വളരെയധികം ഇഴചേർന്ന് നിൽക്കുന്നൊരു വിഷയമാണ്. നിമിത്തം, ഈശ്വരാധീനം, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. ഞാൻ സത്യത്തിൽ ഈ വേദിയിൽ ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്ന് ഞാൻ ഇപ്പോഴും അവിടെ നിന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക. കാര്യം ഒരു ട്രെയിൻ യാത്രയുടെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കൊങ്കൺ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണ്. കുറച്ച് നേരം ഒരു സ്പീഡിൽ തന്നെ പോവുക. അപ്പോൾ നമ്മൾ പോലും അറിയാണ്ട് ആ ട്രെയിൻ നമുക്കൊരു താളം തരും, നമുക്കൊരു ശ്രുതി തരും. വേറെ ആക്ടിവിറ്റീസ് ഒന്നും ആ സമയത്ത് പറ്റില്ല, ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, റേഞ്ച് ഉണ്ടായിരിക്കില്ല, ഒന്നുമില്ല. അപ്പോൾ കുടിച്ചു വെച്ച ഒരു ഗ്ലാസ് ചായയുടെ ഒരു കപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു, പോക്കറ്റിലൊരു പേനയുണ്ടായിരുന്നു. അതിലെഴുതി കൂട്ടി വെച്ച ഒരു 4 വരി, 8 വരി, അത്രേ ഉള്ളൂ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കൊങ്കൺ റെയിൽവേസ് കഴിഞ്ഞ് എത്തേണ്ട സ്ഥലത്തെത്തി. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പേപ്പർ നമ്മളെ സ്വഭാവം ഉണ്ടല്ലോ, എടുത്ത് കളയുന്ന പോലെ എടുത്ത് കളഞ്ഞു. പിന്നെ അതിനെക്കുറിച്ചൊരു ഓർമ്മയില്ല. പക്ഷെ അന്ന് രാത്രി ഞാൻ കിടന്നപ്പോൾ ആകെ ഒരു വട്ടം മാത്രമേ എഴുതിയിട്ടുള്ള ഈ പാട്ട് എൻ്റെ മനസ്സിൽ നിന്ന് പോകില്ലേ വരി. ആ 4-8 വരി. ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് ഒരു വരി പോയിട്ട് ഒരു വാക്ക് പോലും പിന്നെ കിട്ടുന്നില്ല. തമിഴില് തീരെ വശമില്ല തന്നെ പറയാം. അങ്ങനെയുള്ള ഒരാൾ ഞാൻ തമിഴിലൊരു പാട്ട് എഴുതുകയാണ്. എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ ട്രെയിൻ യാത്രയ്ക്ക് ഇടയിൽ വെച്ചിട്ട് തന്നെ ഉണ്ടായിട്ടുള്ള അടുത്തൊരു 8 വരി, 8-16 വരിയാണ് ഈ പാട്ടിനാക്കൂടി ഉള്ളത്. ഇവിടെ വന്നപ്പോൾ ആ കഷ്ണം പേപ്പർ ഇതുവരെ ഞാൻ ആ പാട്ട് കമ്പോസ് ചെയ്യാനിരിക്കുമ്പോഴായാലും റീ റെക്കോർഡ് ചെയ്യുന്ന സമയത്തായാലും എപ്പോഴും ഞാൻ എവിടെയും അത് എഴുതി വെച്ച് നോക്കി പാടിയിട്ടില്ല. അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ എനിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവർക്കൊക്കെ കുഴപ്പമില്ല, നല്ല ഈണായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എന്താ കുഴപ്പമില്ല എന്നൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ നമ്മളെ സജീവേട്ടൻ്റെ സ്റ്റുഡിയോയിൽ ഞാനൊരു ദിവസം പോയിട്ട് വെറുതെ ഒരു ശ്രുതി വെച്ചു കൊടുത്തിട്ട് ആ ശ്രുതിയിൽ റെക്കോർഡ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഞാൻ സജീവേട്ടനോട് ആ കൂടി പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ട്രെയിനിൻ്റെ ബീറ്റ്, ഇങ്ങനെ ഒരു ബീറ്റ്, ഇത് മാത്രമേ എനിക്കൊരു ക്യൂ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ പാട്ട് ഒന്നുകൂടി വീട്ടിൽ പോയിട്ടിരുന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിന്തിച്ചറിയാം കേട്ടോ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മൊത്തം ആ ട്രെയിനിൻ്റെ ശബ്ദമായിരിക്കും. നിങ്ങളത് ഇനി രണ്ടാമത്തെ ആവർത്തി കേൾക്കുമ്പോൾ ഞാനതാണ് എനിക്കിപ്പോൾ സംസാരിക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഇൻട്രൊഡക്ഷൻ പറയാനായിട്ടുള്ള ഒരു അഡ്രസ്സൊന്നുമില്ല. അപ്പോൾ പാട്ട് കഴിഞ്ഞിട്ട് ഒരു അഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ അതിൽ അഡ്രസ്സ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയാം, ഈ പാട്ടൊന്നും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കണം. പിന്നെ പറയാലോ, സജീവേട്ടൻ അതിനൊരു ജീവൻ കൊടുത്തു. പിന്നെ മലയാളം നമ്മളെ നാട്ടിൽ തൃശ്ശൂർ ഒരു സ്റ്റുഡിയോയിൽ ഞാൻ ഈ പാട്ട് പാടിയിടുമ്പോൾ എനിക്കറിയില്ല, അത് തേടിയൊരു മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു തമിഴ് പാട്ടിന് വേണ്ടി ഒരാൾ അന്വേഷിച്ചു വരുന്നു. അല്ലെങ്കിൽ അത് എനിക്ക് ചിലപ്പോൾ അത് വേണമെങ്കിൽ ഒരു പക്ഷേ ആൽബമാക്കായിരുന്നു, അല്ലെങ്കിൽ യൂട്യൂബിൽ വെറുതെ പാടിയിടായിരുന്നു, വാട്സപ്പിൽ കുറച്ച് സ്റ്റാറ്റസ് ഇട്ട് വയ്ക്കായിരുന്നു. ചിലപ്പോൾ ആ ജന്മം അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ജീവൻ അതോടുകൂടി കഴിഞ്ഞേനെ. നേരത്തെ പറഞ്ഞ യാദൃശ്ചികം, നിമിത്തം എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിയായിട്ട് സംസാരിച്ച് അതിൻ്റെ ബാക്കിയായിട്ട് പറയുകയാണ്. ശരിക്കും ദൈവം അനുഗ്രഹിച്ചൊരു വേദിയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു സിനിമയായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമയെ ഇഷ്ടപ്പെടുമ്പോൾ ഈ സിനിമയുടെ പോലെ തന്നെ ഈ പാട്ടുകളും നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. സാറിൻ്റെ പാട്ടൊക്കെ അസാധ്യമായിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയോട് ഞാൻ നേരത്തെ പറഞ്ഞു, ഗംഭീരമായിട്ട് ആലപിച്ചിട്ടുണ്ട് ആ പാട്ട്. അത് എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒരു കയ്യടി കൂടി കൊടുക്കണം കേട്ടോ ശരിക്കും. സോ സജീവേട്ടൻ, അതുപോലെ തന്നെ സുധീരേട്ടൻ, പിന്നെ ഇതിന് ജീവൻ എഴുതിയിട്ടുള്ള എല്ലാ വ്യക്തികളോടും നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ആദ്യം ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഇതിൽ പാടാനായിട്ട് അവസരം തന്ന ലെജൻഡറി മ്യൂസിക് ഡയറക്ടറായ മോഹൻ സിത്താര സർ, വരികൾ എഴുതിയ ഗണ്ടിയൂർ ചന്ദ്രശേഖരൻ സർ, ഈ ഫിലിമിൻ്റെ ഡയറക്ടർ ജീവ സർ, താങ്ക് യു സോ മച്ച്, പ്രൊഡ്യൂസർ സുധീർ സർ. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒത്തിരി സന്തോഷം. ഞാൻ ആദ്യം എൻ്റെ ഒരു റീല് കണ്ടിട്ടാണ് മോഹൻ സിത്താര സർ വിളിക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് പാടി നോക്കാം, സ്റ്റുഡിയോയിലേക്ക് വരൂ, തൃശ്ശൂർ സാറിൻ്റെ സ്റ്റുഡിയോയിലേക്ക് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പാടി നോക്കി. അപ്പോൾ സാറ് വിളിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു.
അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് സാറ് പിന്നെയും ഒരു കോള് വരെയാണ് അപ്പയ്ക്ക്. അപ്പോൾ പറയാണ് നമുക്കിതൊന്ന് ഷൂട്ട് ചെയ്യണം, അപ്പോൾ പാടിയ പാട്ട് ഫിലിമിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമായി അത് കേട്ടപ്പോൾ. പിന്നെ ഈ ഫിലിമിന് എല്ലാവിധ സക്സസ്സും എല്ലാ വിശ്വാസവും നേരുന്നു. പിന്നെ എൻ്റെ പാരൻസ് വന്നിട്ടുണ്ട്, സിസ്റ്റർ, എൻ്റെ ഫാമിലി വന്നിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. എനിക്കെന്താ പറയേണ്ട അറിയില്ല. താങ്ക് യു സോ മച്ച്. ഫിലിമിലുള്ള എല്ലാവരോടും ഒരുപാട് താങ്ക് യു പറയാണ്. ഫിലിം ഒരു വലിയൊരു സക്സസ് ആയിട്ട് മാറട്ടെ. രാരിത്തത്തെ നെഞ്ചിൻ മുത്തേ മായാതെ